വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച് ABVP. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾക്കുള്ള ചെലവ് സ്കൂളുകൾ സ്വയം വഹിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. തിരുവല്ലയിലായിരുന്നു പ്രതീകാത്മക ഭിക്ഷയെടുക്കൽ പ്രതിഷേധം. അതിനകത്തുനിന്ന് വേണമെങ്കിൽ ചെലവഴിച്ചു. ഇതിനെതിരെ ഒരു പ്രതീകാത്മക പ്രതിഷേധവുമായിട്ടാണ് ഈ ബസ്സിൽ വന്നിരിക്കുന്നത്. എനിക്കൊരു മടിയുമില്ല, ഭിക്ഷ യോജിക്കാൻ ഒരു മടിയില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട സന്തോഷം. ഉണ്ടെങ്കിൽ 5 രൂപ 10 രൂപ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് തന്നാൽ ഇതൊക്കെയാണ്. പരീക്ഷാ ഫീസ് സ്കൂൾ കണ്ടെത്തണമെങ്കിൽ ഞങ്ങളോട് ഫീസ് ലക്ഷ്യത്തിൽ ശേഖരിച്ച ലക്ഷങ്ങൾ എവിടെ സർക്കാർ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. കയ്യിലുണ്ടെങ്കിൽ 1 രൂപ 5 ലക്ഷം നിങ്ങൾക്ക് 10 രൂപ 5 രൂപ 10 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം. മാർച്ചിൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയാണ്. പക്ഷേ പരീക്ഷ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് പണമില്ല. തുക സ്കൂളുകൾ PD ഫണ്ടിൽ നിന്നും സ്വയം കണ്ടെത്തണം. കഴിഞ്ഞ ദിവസമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിയത്. വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ നടത്തിപ്പിനുള്ള പണം വകമാറ്റി ചിലവഴിച്ചു എന്നാണ് ആക്ഷേപം. പരീക്ഷ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് പണമില്ലെങ്കിൽ എന്തു ചെയ്യും? ഭിക്ഷയെടുത്ത് പണം കണ്ടെത്തി വിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയാണ് ABVP. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ മുഖം മൂടിയണിഞ്ഞ് പ്രവർത്തകർ കടകളും ബസ്സുകളും കയറിയിറങ്ങി വിദ്യാഭ്യാസ വകുപ്പിനായി ഭിക്ഷയെടുത്തു. നമ്മുടെ സർക്കാരിന് അയച്ചു കൊടുക്കാനാണ് ABVPയുടെ തീരുമാനം. ഇനി ആ തുക കുറച്ച് മതിയല്ലോ സ്കൂളുകൾ കണ്ടെത്തുന്നത്. സ്കൂളുകളുടെ PD ഫണ്ട് എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാവുന്നത്. PTA-യിലൊക്കെ നമ്മുടെ കുട്ടികളെ ചേർക്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന 100 രൂപ 500 രൂപ ഫണ്ടാണ്. ആ ഫണ്ട് നിങ്ങളുടെ കുട്ടികൾ പരീക്ഷ എഴുതണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് സർക്കാരിനെ സഹായിക്കാനായിട്ട് ഉദാര മനസ്സോടുകൂടി ABVP ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ തെറ്റായ ഉത്തരവിനെതിരെ ആദ്യം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയ വിദ്യാർത്ഥി സംഘടനയായ ABVP വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ പറഞ്ഞു. പണമില്ലാത്ത സാഹചര്യം ജനങ്ങളോട് ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ അവർ തയ്യാറാകും. പക്ഷേ ഞങ്ങളുടെ ഒരുപാട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ വൃത്തികെട്ട പണി കാണിക്കരുതെന്നുള്ളതാണ് ABVPയുടെ ഞങ്ങളുടെ റിക്വസ്റ്റ്. അതുകൊണ്ട് ABVP സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ വ്യാപകമായ രീതിയിൽ തന്നെ ഈ കിട്ടുന്ന പണം തിരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തന്നെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് കൊടുക്കാനാണ് ABVPയുടെ തീരുമാനം. പ്രതീകാത്മക ഭിക്ഷയെടുക്കൽ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി പൊതുജനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് നൽകാൻ ഭിക്ഷപാത്രത്തിലേക്ക് നാണയത്തുട്ടുകൾ നൽകി. ജനം, പത്തനംതിട്ട.